ഇതുണ്ടോ LED ദീപാലങ്കൃതമായ കവാടത്തിന്റെ പുറത്ത് ഇങ്ങനത്തെ ഓരോ നിർമ്മിതികളുണ്ട്. അടിപൊളി കളറുകൾ മാറി മാറി വരും. കുടമാറ്റം കാണാൻ കഴിയാത്തവർക്ക് അവിടെ സ്ക്രീനിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നും തിരക്കൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് എല്ലാ കുടകളും വലുതായി കാണാം. പൂരത്തിന്റെ ഒരു നേരിട്ടുള്ള എക്സ്പീരിയൻസ് പറയാ, കുടമാറ്റം നേരിട്ട് കാണുകയും ചെയ്യാം. നേരിട്ടല്ല, ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നിട്ട് കുടമാറ്റം കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ തിരക്കിൽ പെട്ടിട്ട് ഒന്നും കാണാൻ കഴിയില്ല. ശ്വാസം പൊട്ടി ചങ്ക് പൊട്ടി മതിയാവും. ഇത് തിരുവമ്പാടി, ഇത് പാറമേക്കാവ്. എവിടെ ആൾക്കാരുണ്ട് ചാകര. ISROന്റെ കൊട തിരുവമ്പാടി. അയ്യോ, ഇപ്പൊ കുടമാറ്റം ഏകദേശം കഴിഞ്ഞു തുടങ്ങി. പാറമേക്കാവിന്റെ കൊടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തിരുവമ്പാടി വെറൈറ്റി കൊടകൾ ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക. അവസാനത്തെ ISRO കുടയോടുകൂടി കുടമാറ്റം സമാപിച്ചു. അപ്പോ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ആളുകളൊക്കെ പിരിയാൻ തുടങ്ങി. അവസാനാഘോഷം, കുടമാറ്റത്തിന്റെ അവസാനാഘോഷം. പകൽപൂരം കുടമാറ്റത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്താ പരിപാടിയാണോ? ഇനി രാത്രിപൂരം. ഇനി വടക്കുന്ന പ്രാവശ്യം ചന്ദ്രയാനെ കൊണ്ടുവന്നു, കഴിഞ്ഞ വർഷം മിസ് ചെയ്യുന്നു. അതേപോലെ കുടമാറ്റത്തിൽ തിരുവമ്പാടി എന്നൊരു വെറൈറ്റി കൊണ്ടുവരും. അപ്പൊ കുടമാറ്റം തിരുവമ്പാടി കൊണ്ടുപോയി. പാറമേക്കാവിൽ നല്ല കുറെ കൊടകൾ കാണിച്ചു. മുന്നിട്ട് നിന്നത് തിരുവമ്പാടി. ഈ വെടിക്കെട്ട് ആരും ഉണ്ടോ എന്ന് കണ്ടറിയണം. വെടിക്കെട്ടിലുണ്ട് ഇങ്ങനെ മത്സരം. വെടിക്കെട്ട് ഓരോ ഇതാണ്. ഒരു സെക്ഷൻ ഒന്നെങ്കിൽ തിരുവമ്പാടി അല്ലെങ്കിൽ പറയാമാക്കോ, അതിനുശേഷം അടുത്ത സെക്ഷൻ. ഓരോ ദിവസത്തിന് രണ്ടെണ്ണം. അപ്പൊ വെടിക്കെട്ട്. അപ്പൊ ഓക്കെ, വീണ്ടും ഓരോ നറുനീണ്ടി. നറുനീണ്ടിന്റെ ഫാൻസായി. നറുനീണ്ടി മിൽക്ക് കവാടത്തിന്റെ അടിയില് ഉള്ളില് ആന ഉണ്ട്, മുന്നില് പന്തം കത്തിച്ചിട്ടുണ്ട്, താളം കൊട്ടുണ്ട്, ചെക്കന്മാര് ചാടി കളിക്കുന്നുണ്ട്. എന്താ സംഭവം എന്താ അറിയില്ല ചേട്ടാ. ഇപ്പൊ എന്താ പറയുക സംഭവം? ചെറിയ പൂരം അങ്ങനെ കൊറേ സമയം ഉണ്ടാവും. ഇതൊരു അരമണിക്കൂറുണ്ടാവും. കൊറേ സ്ഥലത്ത് ചെറിയ പൂരങ്ങളെ പോലെ വരും. നടക്കൊന്ന് എഴുന്നേച്ച് പിരിഞ്ഞു പോകും. ഇനി വേറെ വരും. പറഞ്ഞ പോലെ എന്തൊക്കെയാ ഇതേപോലെ എല്ലാ ചെറിയ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പൂരങ്ങൾ വരും. ഇവിടെ നടയിൽ വന്നിട്ട് കുട്ടി എന്താ പറയാ, ഒരു ദർശനം വടക്കുന്ന ദർശനം നടത്തിയിട്ട് തൊഴിൽ തിരിച്ചു പോകും. അതേപോലെ ഓരോരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മൊഹബത്ത് കാ സർബത്ത് കുറച്ച് കുറവുണ്ടോ? പാലിന്റെ കുറവുണ്ടോ? റോസ് വാട്ടർ ഒഴിച്ചില്ല. റോസ് വാട്ടർ പനീരാ? റോസ് വാട്ടർ മുഹബത്ത് കുറച്ച് കുറവുണ്ട്. ചെക്കന്മാര് പൊളി. ഭക്ഷണം തേടി നടന്ന ഞാൻ കാരടന്നു സേവാഭാരതിന്റെ അന്നദാന കേന്ദ്രത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ടു. വാട്ട് എ മിറാക്കിൾ. അന്നദാനം എന്നിപ്പം
അടിപൊളി. ഏയ് ഊണ് വേണ്ട, ഊണ് താല്പര്യമില്ല. സേവാഭാരതിന്റെ അന്നദാനം അടിപൊളി, സന്തോഷായി. സാറേ കേട്ടോ, നമ്മളൊരു ഭാഗ്യാലോചൊക്കെ അല്ലേ? അതെ, വഴിയേറ്റ് പോകാനും ഹോട്ടൽ കാണാതിരിക്കാനുള്ള കാരണം സേവാഭാരതിന്റെ ഭക്ഷണം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു. ദൈവമുണ്ട്. അന്നദാന കേന്ദ്രം സേവാഭാരതിക്ക് നന്ദി. ഈ ചേച്ചി റോക്കറ്റ് വിക്ഷേപണം നടത്താനുള്ള പ്രയത്നത്തിലാണ്. പ്രൊജക്ട് ഡയറക്ടർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. 3, 2, 1 ഓട്ടെ 0. ഇനി ഡയറക്ടർ കാണിച്ചു തരും. കണ്ടോ, ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ചു. ചന്ദ്രൻ എത്തിയില്ല, വിടുന്നു, തിരിച്ചു വന്നു, പിടിക്കുന്നു. സ്കില്ല്. പൈസയിൽ വളർന്നു പിടുത്തം. 50 ഉറുപ്പിക എടുത്ത 6 വള പോയി. 10, 20, 100, 200, 500 ഒക്കെ നോട്ട്. 500 അല്ല, 200 വലിയ നോട്ട്. ഈ ഏട്ടൻ കൊറേ ആയി അഡിക്റ്റ് ആയി തോന്നുന്നു. അറിയണല്ലോ. അടുത്ത ജസ്റ്റ് മിസ് 50 ഉറുപ്പിക മിസ് 200 മിസ്. കിട്ടില്ല. 200 ലക്ഷമിട്ട് രാത്രി ഒരു 12 മണി വരെ അലഞ്ഞു തിരിഞ്ഞ് ഒടുക്കം ഈ ബിൽഡിങ്ങിന്റെ ഉമ്മറത്ത് കുറച്ച് സ്ഥലം കണ്ടെത്തി. അവിടെ പേപ്പർ അങ്ങോട്ട് വിരിച്ചു. ഉറക്കം കണ്ട് ക്ഷീണം കണ്ട് തീർത്തു. ആരടാ നോക്കണ്ടേ? ഇന്നലെ പോകാൻ നേരത്ത് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിയാണ് അഭിയേട്ടൻ. ഏട്ടൻ നല്ല ഉറക്കാ, പറഞ്ഞിട്ടൊന്നുമില്ല. വിളിക്കണ്ടേ? വേണ്ടേ? കണി അഭിയേട്ടൻ്റെ ഇൻട്രോ. ശമസുന്ദരകരകദാരപൂരം. ഇനി വെടിക്കെട്ട് കാണാനുള്ള പുറപ്പാട് തുടങ്ങിയാണ്. പിന്നെ കാലിനൊക്കെ കൊതുക് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കൊതുക് മാന്യന്മാരാണ്. വന്നിട്ട് ഒന്ന് മെല്ലെ കടിച്ച് ആവശ്യമുള്ള ചോര കുടിച്ചിട്ട് ഒരു പോകുന്നുണ്ടല്ലോ. അല്ല, ഇതല്ല കടിച്ച് പറക്കണ പരിപാടില്ല. നല്ല കൊതു. ക്ഷീണം കൊണ്ട് അറിയായിട്ടാവും. മാന്യവർ മോഹയാണ് നമുക്ക് കിടക്കാൻ സ്ഥലം തന്നു. കിടന്ന സ്ഥലത്തെ ക്ലീനാക്കി അഭിയും കാലടങ്ങും. യാത്രയായി, കൂടെ ഞാനും. LED വെളിച്ചത്താൽ ദീപാലംകൃതമായ പാറമ്മേൽ ഭഗവതി ക്ഷേത്രം. ഇവിടെ തിരുവമ്പാടി ക്ഷേത്രം. അപ്പോൾ ഈ ഭാഗത്താണ് വെടിക്കെട്ട് നടക്കണേ. വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഉറക്കമഴിച്ച് കാത്തിരുന്ന ആൾക്കാരാണ്. ഉറക്കമഴിച്ചും ഉറങ്ങി 3 മണി സമയം വരെ കാത്തിരുന്ന പൂരപ്രേമികൾ. ബോംബെ മസാല. എല്ലാ വഴിയോരങ്ങളും ഉറങ്ങാനുള്ള കിടക്കുകളാക്കി മാറ്റിയെടുക്കാൻ ആൾക്കാർ. 3:15 3 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞാൽ 4 മണിയാവുന്നൊക്കെയാണ് പറഞ്ഞിട്ടത്. വെടിക്കെട്ട് കാണാൻ 3 മണി 8 ഉണർന്നിരിക്കുകയാണ് ഞങ്ങളും ഒരുപാട് ആളുകളും. അപ്പോഴാണ് ന്യൂസിൽ അറിയാൻ പറ്റിയത്. എന്താ അറിയാൻ പറ്റിയെന്ന് അഭി പറഞ്ഞുതരും.
വെടിക്കെട്ടില്ല എന്നാണ് നിലവിൽ അറിഞ്ഞത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, കുറെ എന്തൊക്കെ തീരുമാനങ്ങൾ. ഓക്കെ. വെടിക്കെട്ട് നിർത്തിവെച്ചു എന്നാണ് ഇപ്പൊ പറഞ്ഞു കേട്ടത്. എന്താണ് കാരണം? കാരണം വ്യക്തമായിട്ടുള്ള കാരണം നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലായിടത്തോളം എന്തോ ഒരു നിയമ പ്രശ്നത്തിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ കളക്ടറിന്റെ വണ്ടി ഇപ്പൊ കൂടെ പാസ് ചെയ്തിരുന്നു. ഞാൻ പറയാം, ഇപ്പൊ നമ്മളോട് ഇരുന്നോണ്ടിരിക്കുമ്പോ ഏതൊരു മുഖ്യ അതിഥി നമ്മളെ ഒരു വിലപ്പെട്ട ഒരു പ്രമുഖനായ ഒരു വ്യക്തി ഇത് വഴി കടന്നുപോയി. ആരാണത്? എന്താണ് അതിന്റെ ഉദ്ദേശം? എന്തായിരിക്കും? ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജില്ലാ കളക്ടറിന്റെ വണ്ടി ഇതിൽ പാസ് ചെയ്ത്. അതെ അതെ. അപ്പൊ ഞങ്ങൾ മനസ്സിലായി എന്തോ ഒരു അനുനയ നീക്കത്തിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒത്തുതീർക്കാൻ വേണ്ടിയിട്ടാണ് കളക്ടർ വന്നിട്ടുള്ളത്. അപ്പൊ മനസ്സിലായത്. അപ്പോ ഇതിലിപ്പോ പുരോഗതികളായിട്ട് എന്തറിവാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്? അതായത് പാറമേക്കാവിനെ പറ്റി എന്തോ ഒരു ന്യൂസ് അറിയാൻ പറ്റില്ല. എന്താണത്? പാറമേക്കാവ് തീരുമാനിച്ചിട്ടുള്ളത് ഉടനെ തന്നെ അവരുടെ വെടിമരുന്നിന് തീ കൊടുക്കുന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരിപ്പോ വെടിപൊട്ടിക്കുന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ തിരുവമ്പാടീന്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. ഒരു വൻ പ്രതിഷേധത്തിലാണ്. അവർ അലങ്കാര പന്തലിലെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അപ്പൊ തിരുവമ്പാടി ദിവസം ഇത് പൊട്ടിക്കൂല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോമായിട്ടുള്ള അന്വയ ചർച്ച കളക്ടറിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ തീരുമാനം അറിയുള്ളൂ. പക്ഷെ പാറമേക്കാവ് നിലവിൽ പൊട്ടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങൾ. അപ്പൊ ഈ പ്രതിഷേധം തുടർന്നു പോകുന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് ഒരു നല്ല കാര്യമാണോ, അതോ വെടിമരുന്ന് പൊട്ടി അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം ഇല്ലാതിരിക്കുന്നതാണോ, അതോ ഇത്ര ആളുകളുടെ ക്ഷമകെട്ട് കാത്തിരിക്കുന്ന ഈ വെടിക്കെട്ട് നടത്തണം എന്നാണോ? എന്താണ് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം? എന്താണ്? ഈ വെടിക്കെട്ട് നടത്തി കഴിഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവും എന്നുള്ളത് പുതിയൊരു അറിവല്ല. ഇവർക്ക് നേരത്തെ അറിയാലോ. അപ്പൊ ഇതിന്റെ ഭവിഷ്യത്ത് എന്താ ഉണ്ടാവുക എന്നുള്ളത് മുൻകൂട്ടി ചിന്തിച്ചിട്ടുണ്ടാവും അവര്. ആ നിയമങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞ ആളുകളാണ്. എന്നിട്ട് പെട്ടെന്ന് ഇതിങ്ങനെ ഒരു തടസ്സം നേരിടുക എന്ന് പറയുമ്പോൾ അത് വർഷങ്ങളായി നടത്തിയിരുന്ന ഒരു ഉത്സവമല്ലേ, പൂരല്ലേ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന, കേരളത്തിന് പുറത്തു നിന്ന് വരെ വന്ന ആളുകളാണ് ഈ ചുറ്റോറ ഇവിടെ കൂടിയിട്ടുള്ളത്. അവരാണെങ്കിൽ ഉറക്കൊഴിച്ച് കാത്തിരിക്കുകയാണ് 3 മണീന്റെ വെടിക്കെട്ട് കാണാൻ. 3 മണി 4 മണിയായി, 4:45 എന്നിട്ടും ആളുകൾ അക്ഷമയോടെ കൂടി ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവര് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ കണ്ടോ, എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുകയാണ്, ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്. പക്ഷെ ഒരു അവസരത്തില് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പറഞ്ഞാൽ അതൊരു ഉചിതമായിട്ടുള്ള തീരുമാനമല്ല. പെട്ടെന്ന് അതൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ആകാശത്ത് വർണ്ണങ്ങൾ വിടരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. 4:40. അതെ, ഞങ്ങൾക്കും രാവിലെ ട്രെയിൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഉറക്കൊഴിച്ച് കാത്തിരിക്കുകയാണ്. ട്രെയിൻ സമയം ആവാനായി, പക്ഷെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ്. വെടിക്കെട്ടുമായി വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് കൈമാറി തന്നത് മലയാളത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തതിന് ശേഷം BEdും എടുത്ത നമ്മുടെ സ്വന്തം അബിയാണ്. അബിന്റെ ഫുൾ നെയിം എന്താ? അഭിലാഷ് കൈനിക്കര. അഭിലാഷ് കൈനിക്കര മലയാളത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് പുറമെ നല്ലൊരു എഴുത്തുകാരനും സാഹിത്യകാരനും നിരൂപകനും യാത്രികനും പിന്നെന്താണ് പിന്നൊന്നുമില്ല. ബാക്കി എന്തിട്ടുണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ. വിവരങ്ങൾ കൈമാറി തന്നെ അഭിലാഷ് കൈനിക്കരോടൊപ്പം ക്യാമറമാൻ കൃഷ്ണ ട്രാക്ക്. ബാക്കി കാണാം. അനുനയ നീക്കവുമായി ജില്ലാ ഭരണകൂടം തിരുവമ്പാടിയുമായി ചർച്ച. എന്താ കളക്ടർ ചർച്ച നടത്തുന്നു? ഇത്രയും നേരം ഇവിടെ കിളി പാറിയിരിക്കേനി, എന്താ കാര്യം അറിയാതെ. ന്യൂസ് നോക്കാൻ തോന്നിയത് നന്നായി. അതുകൊണ്ട് എന്താണ് നടക്കണെന്ന് ഒരു എലുമാലുണ്ടായി. മന്ത്രി കെ രാജനാണ് സാംസ്കാരിക മന്ത്രി. സാംസ്കാരിക മന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. പെട്ടെന്ന് പുരോഗമിക്കട്ടെ, എന്തൊരു തീരുമാനമാവട്ടെ. എന്നാ പോണേ തീരുമാനിക്കാമല്ലോ. ഏട്ടനൊക്കെ എത്ര നേരെ വെടിക്കെട്ട് പൊട്ടിയിട്ട് വേണമെന്ന് ഉറക്കം ഉണരാൻ വേണ്ടി വെച്ചിട്ട് ഈ 2 ഏട്ടന്മാര് പാവങ്ങളാണ്.